ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെയും മക്കളുടെയും അവധി ദിവസത്തെ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ക്ലാസ്സുള്ള ദിവസത്തെ മോർണിംഗ് റുട്ടീനും ഈവനിങ് റുട്ടീനൊക്കെ ഷെയർ ചെയ്തിരുന്നു. അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയായിട്ടുണ്ട്. ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒരു 6 മണിക്കാണ് രണ്ടുപേരും ഏകദേശം എഴുന്നേക്കുക. റോസും ആണെങ്കിൽ ചിലപ്പോൾ ഒരു 6:30 ആവും. ഈസ എപ്പോഴും 6 മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട്. അവധി ദിവസം ആകുമ്പോൾ ചില ദിവസം അവർ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ, 9 മണി 10 മണി വരെയൊക്കെ. ചില ദിവസം അവർ വേഗം ഇങ്ങനെ തനിയെ എഴുന്നേറ്റ് വരും. അപ്പോൾ ഇന്ന് ഒരു 7:30 കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കലാണ് പതിവ്. അപ്പോൾ റോസും ആണെങ്കിൽ കളിക്കുടുക്കയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണുണ്ടപ്പോൾ അവൾക്ക് എന്നെ പോലെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കും അത് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ വൈകുന്നേരം ക്ലാസ് വിട്ട് വന്നപ്പോൾ തൊട്ടേ ഇതുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോന്ന് തയ്ക്കലും പിടിക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഏത് ചാനൽ നോക്കിയിട്ടാണ് എംബ്രോയിഡറി പഠിച്ചതെന്നുള്ള എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും അത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ തലേദിവസം അവൾ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സ്റ്റിച്ചസ് പഠിച്ചപ്പോൾ തന്നെ ഒരു ടീഷർട്ടും ഇതുപോലെ ഒരു ഡിസൈനൊക്കെ വരച്ച് ഇതുപോലെ ഒരു കരടിക്കുട്ടിയുടെ പടമൊക്കെ വരച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി റോസുവിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ വീണ്ടും പുതിയ പുതിയ ഡിസൈനൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കൾ അവർ രണ്ടുപേരും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ്. വെള്ളയപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ കണ്ടു നോക്കിയാൽ അതിൻ്റെ റെസിപ്പി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി. ഇവിടെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. ഒരു 7 മുതൽ 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 2 ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4 ഉരുളക്കിഴങ്ങ് വലിയത്, പിന്നെ ഒരു സവാള. ഇത്രയും ഐറ്റംസ് ഞാൻ അങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു പീസ് പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്കായ, ഇനി ഒരു 4-5 കുരുമുളക് മുഴുവനായിട്ട് നമുക്ക് ഇടണമെങ്കിൽ ഇടാം. പക്ഷേ അത് കടിക്കുമ്പോൾ പ്രശ്നം, കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം തന്നെ ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. അപ്പോൾ ഇഞ്ചി കുറച്ച് കുറവ് മതി, വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് വെളുത്തുള്ളി ഒരു 6-7 അല്ലി എന്തായാലും ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കണം. ഇനി ഞാനതിലേക്ക് ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വല്ലാതെ വാടി സോഫ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, കുക്കറിൽ നമ്മൾ വേവിക്കുന്നതാണ്. ഇനി അതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പച്ചക്കറികളെല്ലാം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് കൂടുതലും ക്യാരറ്റ് കുറച്ച് കുറവായിരിക്കണം. കൂടുതൽ ടേസ്റ്റ് ഈ 2 വെജിറ്റബിൾസ് ചേർക്കുമ്പോഴാണ്. ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 2 വിസിലടിച്ചിട്ട് വേവിക്കുകയാണ്. നമ്മൾ കുക്കറിലെല്ലാം വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പാനിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. പക്ഷെ വേഗം കറി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേഗം ഈ പച്ചക്കറികളൊക്കെ വേവിച്ചെടുത്തത്. തേങ്ങാപ്പാൽ കുക്കറിൽ ചേർത്ത് വേവിക്കുമ്പോൾ ഒരു നെയ്യ് പോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തത്. ഇനി ഞാനതിലേക്ക് അരമുറി നാളികേരം ചിരണ്ടിയതിൻ്റെ 2ാം പാല് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. കട്ടിയുള്ള 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. നമുക്ക് എത്രത്തോളം ചാറ് വേണം അത്രത്തോളം തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ അളവ് പറയാത്തത്. തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് അധികം തന്നെ ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കുറച്ച് ഗ്രേവി ആയിട്ട് കറി വേണം, അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ചാറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി കറിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം ചെരുവിയതിലോട്ട് ഒരു 8 കാഷ്യൂനട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് പേസ്റ്റായിട്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു മിക്സ് ചേർക്കുമ്പോൾ തന്നെ കറിക്ക് ഒരു കട്ടി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മൈദയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലക്കി ഒഴിച്ച് കട്ടിയാക്കണം. അതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്, കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രീൻ പീസ് നമ്മൾ ഫ്രോസൺ ആണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോഴാണ് ചേർക്കുന്നത്. അത് ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് നമുക്കത് കുറച്ച് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഫ്രോസൺ അല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ നേരത്തെ കൂട്ടി നമ്മൾ വേവിച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. ഈ ഒരു ബ്രാൻഡിൻ്റെ യമ്മീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഗ്രീൻ പീസും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാളികേരപ്പാൽ നമ്മൾ 1ാം പാല് കട്ടിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് ഇനി തിളപ്പിക്കാൻ പാടിയ കറി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, നമുക്ക് ഇനി ഗരം മസാല ഫ്ലേവർ ഇത്തിരി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കറി ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക്
കുറച്ച് നെയ്യിൽ കാഷ്നട്ടും മുന്തിരിയും ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇട്ട് കൊടുത്ത ശേഷം കറിയൊന്ന് മൂടി വയ്ക്കുക. കാരണം അതങ്ങനെ മൂടി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും ഫ്ലേവറും എല്ലാം വരും. കട്ടിയൊക്കെ കറിയുടെ കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും കറക്റ്റാവും. ഏത് കറി ആയാലും നമ്മളിപ്പോൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും സാമ്പാറായാലും അല്ലെങ്കിൽ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയാലും ഒക്കെ ഉണ്ടാക്കി കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ മസാല എല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കറി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ അപ്പവും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുക. അങ്ങനെ വെള്ളയപ്പം ഇവിടെ ചേട്ടനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതുപോലെ ചേട്ടൻ ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വരാറുണ്ട്. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചേട്ടൻ വെള്ളയപ്പൊക്കെ അത് സെറ്റാക്കി ഉണ്ടാക്കി തരുന്നുണ്ട്. ചിലവരിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ മാവ് കുറച്ചിങ്ങനെ വെക്കും, ഇത്തിരി ഇങ്ങനെ ഉയർന്ന് നിൽക്കണ പോലെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കനം കുറച്ച് ഇതുപോലെ ഉണ്ടാക്കാറുള്ളൂ. അധികം അങ്ങനെ കട്ടിയിൽ ഉണ്ടാക്കാറില്ല. ഇത്തിരി കനം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കണേ, വല്ലാണ്ട് ക്രിസ്പിയും ആക്കാറില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 8:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം നമ്മൾ 2 പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ കഴിയും. അങ്ങനെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമൊന്നും അങ്ങനെ നോക്കില്ല, ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ സമയം 9:30 മണി കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന അവധി ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അത് കഴിഞ്ഞത് ഇസയും റോസും അവരുടെ റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ അവധി ദിവസമാണ് ഞാൻ അവരോട് പറയും ഇങ്ങനെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ജനാല തുടയ്ക്കുക, ബെഡ്ഷീറ്റ് മാറ്റുക, റൂമൊക്കെ അടിച്ച് വാരി തുടച്ചിടുക. അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, ഹെയർ ക്ലിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലാസ്സുള്ള ദിവസങ്ങളൊക്കെ റൂം എപ്പോഴും ഇങ്ങനെ കുറച്ച് മെസ്സി ആവും. കാരണം അവർക്ക് നേരമില്ലല്ലോ, പിന്നെ തുണികൾ മടക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പണികളെല്ലാം അവധി ദിവസമാണ് ചെയ്യുക. നമ്മൾ ജോലിക്കാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവധി ദിവസം ഫ്രീ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പണികളും ബാക്കിയുള്ളതൊക്കെ ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്കും ഫ്രീ ഉള്ള ദിവസമാണ് അവരുടെ റൂം ഒതുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കണം അത് ചെയ്തോളാം. ചെയ്യാൻ നേരത്തെ ഇങ്ങനെ മടിയാട്ടോ, സ്റ്റാർട്ടിങ് ട്രബിളാണ്. ചെയ്ത് തുടങ്ങി 2 കൂടി അങ്ങോട്ട് ചെയ്തോളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇടയ്ക്ക് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തല്ലൂട്ടം നടക്കും. അത് മാത്രമാണ് പ്രശ്നമുള്ളത്. ഒറ്റയ്ക്ക് ഒരാൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. 2 ഒരുമിച്ച് വന്നാലാണ് പ്രശ്നം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരാളെ കൊണ്ട് ഒരു പണികളല്ല അവർ ചെയ്യണ പണിയൊക്കെ ചെയ്യിപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് ഒരാളെ പുറത്തേക്ക് ആക്കിയിട്ടാണ് ബാക്കിയുള്ള പണികൾ അടുത്ത ആൾ ചെയ്യും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വന്നിവിടെ പണി ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 ടൈമായിട്ടാണ് പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇസയാണ് ഇവിടെ ജനാല പൊടി തുടക്കൽ, അതേപോലെ അടിച്ച് വാരൽ, തുടക്കൽ, ബെഡ്ഷീറ്റ് മാറ്റൽ, അതൊക്കെ അവളുടെ ജോലികളാണ്. റോസ് ഇവിടെ സ്റ്റഡി ടേബിളുകൾ ക്ലീൻ ചെയ്യുക, പിന്നെ നമ്മുടെ ആക്സസറീസൊക്കെ എടുത്ത് വയ്ക്കുക, അതൊക്കെയാണ് അവളുടെ ജോലി. അപ്പോൾ അങ്ങനെ 2 ഭാഗമായിട്ട് ജോലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ അവർ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ കുറേ ആയിട്ട് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ ഇപ്പോൾ കേൾക്കണ്ട, പാട്ടുകളായാലും അതിൽ പ്രോഗ്രാംസൊക്കെ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ പതിവില്ലാണ്ട് റേഡിയോയിൽ ഇങ്ങനെ അവർ വിളിക്കാൻ പറയുമല്ലോ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് കോൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അത് ഫോൺ ചെയ്യാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ റേഡിയോ ഒക്കെ ഇടയ്ക്ക് കേട്ടോ കിട്ടാം, എന്നിട്ട് അതിലേക്ക് വിളിച്ചോളോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെപ്പോഴും ഈ ഫോണും ടി വിയും മാത്രമല്ല അത് റേഡിയോ വയ്ക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ അവരുടെ റൂമിൽ എപ്പോഴും ആ റേഡിയോ ഇപ്പോൾ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇസ അതിൽ പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അവൾക്ക് ഫോൺ വേണമെന്ന് അങ്ങനെ തോന്നാറില്ല, കാരണം റേഡിയോ എപ്പോഴും ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് നോൺ വെജാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ 2 പേരും ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഫുഡ് വേഗം റെഡിയാക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ഒരു പീസ് ചതച്ചെടുത്തത്, വേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. മൊരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. സോർട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി മിക്സിലോട്ട് നമ്മൾ ചിക്കൻ്റെ പീസസ് ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ചേർക്കുന്ന സമയത്ത് സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ചിക്കൻ്റെ പീസസ് ചേർക്കാൻ തുടങ്ങാം. ചിക്കൻ ചേർക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ കൂട്ടി വെക്കണം. കാരണം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ചിക്കൻ കറിയുടെ പോലെ ചിക്കൻ ഇങ്ങനെ പെട്ടെന്ന് വേവും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത മോഡലിൽ കിട്ടണം, ചെറുതായി ഓയിലിൽ ഫ്രൈ ചെയ്ത പോലെ. ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിനൊന്ന് വേവിക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗമേ വേവുള്ളൂ, അത്രയും മതി. അത് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ഫുള്ളായിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകിൻ്റെയും ഫ്ലേവർ ചിക്കനിലേക്ക് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം വരും, അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ചിക്കൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പാകമായൊരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തത് ചീനച്ചട്ടിയാണ്, അത് പോരാ. ശരിക്കും ഒരു ഉരുളി പോലെ ഇത്തിരി വലിയൊരു പാത്രമാണെങ്കിൽ ഇളക്കാനും പിടിക്കാനൊക്കെ കുറച്ചും കൂടി സൗകര്യമായിരിക്കും, വെള്ളം പെട്ടെന്ന് അങ്ങനെ വരില്ല. അങ്ങനെ ചിക്കൻ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം മാറ്റി വയ്ക്കുക. ഈ ഓയിൽ നമ്മൾ ഇനി കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഓയിൽ ഉപയോഗിച്ച് നമുക്കിനി കറി തയ്യാറാക്കാം. ഇനി ഒരു കുക്കറിലോട്ട്, ഇത്തിരി വലിയ കുക്കർ എടുക്കാട്ടെ, ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും വലുപ്പമുള്ള ഒരു കുക്കറിലോട്ട് നമ്മൾ നേരത്തെ കിട്ടിയ ആ ഒരു ഓയിലും, ഇനി ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി ചതച്ചത്, ഇതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് സവാള ഒരു 4 വലുതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഉപ്പ് ചേർത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയിലും കുഴപ്പമില്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കൂടുതൽ എരിവിന് നമ്മൾ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടിയും അല്ലെങ്കിൽ പച്ചമുളകൊന്നും കുറേ ചേർക്കേണ്ട, കാരണം കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം പോകുന്ന വരെ സോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ വഴറ്റി വെച്ച ഈ ഒരു മസാലയിലോട്ട് ചിക്കൻ്റെ പീസസ് നേരത്തെ നമ്മൾ മാറ്റി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ്റെ പീസസ് ഇതേപോലെ ഇങ്ങനെ ആദ്യം നമ്മൾ ചെയ്ത പോലെ ഫുള്ളായിട്ടും കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ 1/4 ഭാഗമേ കുക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ സവാളയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെയായിട്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കറിയിലോട്ട് തക്കാളി നമ്മൾ വഴറ്റിയിട്ടല്ല ചേർക്കുക, ഡയറക്റ്റ് ചേർക്കുകയാണ്. ഒരു 4 വലിയ തക്കാളി പഴുത്തത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടി പോരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യട്ടെ. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. ആ തക്കാളി ഫുള്ളൊന്ന് സോഫ്റ്റായി കിട്ടണം. കുക്കറിൻ്റെ മൂടാണെങ്കിൽ വിസിലിടാതെ ജസ്റ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക. നമ്മുടെ തക്കാളി എല്ലാം തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലോട്ട് 1/4 ഗ്ലാസ് നേരിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. കുക്കർ വിസിലിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്നെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ 10 മിനിറ്റ് ആകുമ്പോൾ വിസിൽ വരാണെങ്കിൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഞാൻ ഈ ചിക്കൻ എല്ലാം തന്നെ ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇളക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൽ. അപ്പോൾ അതൊന്ന് ഉരുളിയിലാണ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി, നല്ലൊരു ഫ്ലേവറാണ്. കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് കൂടുതൽ മുന്നിലേക്ക് നിൽക്കണേ. ഇനി ചൂടാറി കഴിയുമ്പോൾ നല്ലൊരു കുറച്ചും കൂടി ഒരു കട്ടി വരും. ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പാചക പരിപാടിയൊക്കെ ഇന്നത്തെ കംപ്ലീറ്റ് ആയി. നമുക്ക് സമാധാനമായിട്ട് അവിടെ കുറച്ച് നേരം മുറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് ജോലികളുണ്ട്, അത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളൂ. പിന്നെ ക്ലീനിങ് ചെയ്യാനും പതുക്കെ തന്നെ ചെയ്യാറുള്ളൂ, വലിയ തിരക്കൊന്നുമില്ലല്ലോ. കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് ഡീപ്പ് ക്ലീനിങ് വീടിൻ്റെ എപ്പോഴാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, തിരക്കുള്ള അമ്മമാർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാമെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റുട്ടീൻ പറയാം കേട്ടോ. ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളും കുറച്ച് ചെയ്യണ ആളാണ്. അതായത് കുക്കിങ്ങും ചെയ്യും, ക്ലീനിങ്ങും ചെയ്യും, ക്രാഫ്റ്റും ചെയ്യും, എല്ലാം കൂടി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനും കൂടി സമയം കിട്ടില്ല. അതായത് ഒരു കാര്യത്തിൽ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അതുകൊണ്ട് എൻ്റെ വീട് ഭയങ്കര പെർഫെക്റ്റ് ക്ലീൻ ആയിട്ടൊരു വീടെന്ന് എനിക്ക് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ നല്ലതായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം, മക്കളുടെ കാര്യങ്ങൾ ഒരുവിധം അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റണം, അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ കറക്റ്റ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് ഞാൻ ക്ലീനിങ് ചെയ്യേണ്ടതെന്നല്ല പറയണേ, ഓവറായിട്ട് അതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മാത്രം വിചാരിച്ചാൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ക്ലീനിങ്, വീട്ടിലെല്ലാവരും കൂടി വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഓവർ സ്ട്രെയിൻ ആ കാര്യത്തിലേക്ക് കൊടുക്കാറില്ല. അതിന് പകരം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വീടിൻ്റെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി പരമാവധി ചെയ്യാൻ നോക്കാറുണ്ട്. ഏതെങ്കിലും ദിവസം തിരക്ക് വന്നാൽ സ്കിപ്പായി പോവും. വീടിൻ്റെ തുടക്കിൽ 1.5 ഇടം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ചിലർ ഡെയിലി ചെയ്യുന്നവരുണ്ട്, അത് ഈസി ആയിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, വീട്ടിലെ സാഹചര്യവും ജോലി ചെയ്യുന്നവരും പലർക്കും പല സാഹചര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ്, അതിനാണ് നമുക്ക് പലപ്പോഴും സമയം കിട്ടാത്തൊരു കാര്യം. അതിന് ഞാൻ ചെയ്തേക്കണ ഒരു പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഴ്ചയിൽ ഒരിക്കൽ ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഏത് ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
ജോലിക്കാരാണെങ്കിൽ അവധി ദിവസമായിരിക്കും, ആകെ അവധി ദിവസം കിട്ടണുള്ളൂ. ആ ദിവസവും പണി എടുക്കണം എന്ന് വെച്ചാൽ കഷ്ടം തന്നെയാണ്. എന്നാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീ ഡേയിൽ കുറച്ച് നേരം ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ചെയ്യുമ്പോൾ എല്ലാ റൂമും കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതിൽ നല്ലത് ആഴ്ചയിൽ ഒരു റൂം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും. ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ഒരു റൂം ചെയ്താൽ മതിയില്ലേന്ന് തോന്നും, നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബെഡ്റൂം എൻ്റെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയും റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റുക. അത് പിന്നെ പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റലും ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ്ങുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ റൂം നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാം. മെയിനായിട്ടും ജനാലകൾ പൊടി തുടയ്ക്കുക, ടേബിൾ തുടച്ചിടുക, അല്ലെങ്കിൽ നമ്മുടെ ബെഡ് തുടച്ചിടുക, ബെഡ്ഷീറ്റ് മാറ്റുക, അലമാരകളൊക്കെ ഒന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ചിടുക, മാറാല തട്ടിക്കളയുക, ഫാൻ്റെ പൊടി തുടയ്ക്കുക. ഇതൊക്കെ നമുക്ക് ഈ ടൈം കൊണ്ട് ചെയ്ത് തീർക്കാം. ഇനി അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിവിങ് ഏരിയ ആയിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. പിറ്റത്തെ ആഴ്ച നമ്മൾ ഡൈനിങ് ഏരിയ, പിറ്റത്തെ ആഴ്ച കിച്ചൺ. അപ്പം അങ്ങനെ ഓരോ ആഴ്ചയും ഒരു റൂം നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈം. ഇനി ഇതിൽ കംപ്ലീറ്റ് ചെയ്യാത്തത് പിറ്റത്തെ മാസത്തേക്ക് ചിലപ്പോൾ നമ്മൾ ക്യാരി ഓവർ ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോൾ കുറേ റൂമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് വരുന്നത് അടുത്ത മാസമായിരിക്കും. അത് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് റൂമിലേക്ക് വരണത്, നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോണത്. അപ്പോഴേക്കും കുറച്ച് ദിവസമൊക്കെ പൊടിയായിട്ടുണ്ടാവും, എനിക്കറിയാം. ഓരോരുത്തരുടെ വീടിൻ്റെ അനുസരിച്ച് പൊടിയിലൊക്കെ കൂടുതലുണ്ടാവും, വീടിരിക്കുന്ന സ്ഥലം അനുസരിച്ചൊക്കെ. എന്നാലും നമുക്ക് പറ്റുന്ന സമയം കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു റൂമെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഓവറായിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് നിർത്തും. അങ്ങനെ നമ്മുടെ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ പിന്നെ അതേ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. പെപ്പർ ചിക്കനും പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സിനിമ വെച്ചു. അപ്പോൾ സാധാരണ അവധി ദിവസമാണ് ഒരു സിനിമ വെച്ചാൽ മുഴുവനായിട്ടും കാണാനൊക്കെ ആയിട്ട് ഇരിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ വെച്ച ഏകദേശം ഇപ്പോൾ ഒരു 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 4:30 ഒക്കെ ആകുമ്പോൾ കഴിയും തോന്നുന്നു. അപ്പോൾ ആ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ കാണാനൊപ്പം തന്നെ ഞാനിവിടെ ഇരുന്ന് എംബ്രോയിഡറി തുന്നലും ചെയ്യുന്നുണ്ട്. ഞാൻ കുറേയും കൂടി സ്റ്റിച്ചുകളൊക്കെ പുതിയത് പഠിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചില നേരത്തെ സിനിമ ഇങ്ങനെ നോക്കിയിരുന്ന് കാണും, ചില നേരത്തെ ഞാൻ ഓരോ ജോലി അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും കഥ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അരിയാനുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അരിയും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യലും. സിനിമ കാണലൊക്കെ ഒന്നിച്ചിരുന്ന് ചെയ്യുകയാണ്, മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ കാണുമ്പോഴും. അപ്പോൾ എനിക്കാണെങ്കിൽ എംബ്രോയിഡറി ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സിനിമ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും ചെയ്യാം. അപ്പോൾ കഥ കേട്ടാൽ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില സിനിമ അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ, ചിലതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാം. അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ ഞാൻ സിനിമ മുഴുവൻ കണ്ടു തീർന്നപ്പോൾ ഏകദേശം 4:30-5 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കൽ പിന്നെ അതോടെ നിർത്തി. കാരണം നമ്മൾ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല, നമ്മളിങ്ങനെ മടി പിടിച്ച് ഇരുന്ന് പോയില്ലേ. അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.